കോടമ്പളൂർ ഗ്രാമപഞ്ചായത്തിലെ കോടോത്ത് വില്ലേജ് ഓഫീസും സ്മാർട്ടായി. റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ വീഡിയോ കോൺഫറൻസിംഗ് വഴി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. 50 ലക്ഷം രൂപ ചെലവിലാണ് ഈ വില്ലേജ് ഓഫീസ് സ്മാർട്ടാക്കിയത്. This news sponsored by Britco and Britco, Nalapad UK Mart, Old Bus Stand, Kasaragod. Phone 9947 622 000 8451 886888 9947 62 0000. എല്ലാവർക്കും ഭൂമി എല്ലാവർക്കും രേഖ എന്ന ആശയം മുൻനിർത്തി കേരളം നടപ്പിലാക്കിയ ഡിജിറ്റൽ സർവേ രാജ്യം മാതൃകയാക്കണമെന്ന് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച നാഷണൽ സർവേ കോൺക്ലേവ് വിലയിരുത്തിയതായി സംസ്ഥാന റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു. സർക്കാരിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്ന് 50 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കോടമ്പളൂർ ഗ്രാമപഞ്ചായത്തിലെ കോടോത്ത് സ്മാർട്ട് വില്ലേജ് ഓഫീസ് നാടിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ റവന്യൂ സംവിധാനങ്ങളും ഈ സംവിധാനങ്ങളിലൂടെ നമുക്ക് ലഭ്യമാകാൻ കഴിയുന്ന അവസരം ഉണ്ടാവുകയാണ്. ഇത്തരത്തിൽ റവന്യൂ വകുപ്പിൽ വിപ്ലവകരമായിട്ടുള്ളൊരു മാറ്റം നടക്കുമ്പോൾ അത് ഏറ്റവും പ്രകടമായി കാണേണ്ടത് അതിൻ്റെ പൂമുഖ പടിവാതിലായിട്ടുള്ള റവന്യൂ വകുപ്പിൻ്റെ അടിസ്ഥാന ഘടകങ്ങളായിട്ടുള്ള വില്ലേജ് ഓഫീസുകളിലാണെന്ന തിരിച്ചറിവോടുകൂടിയാണ് നമ്മുടെ വില്ലേജുകളെ ഏറ്റവും വേഗതയിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന സ്മാർട്ട് വില്ലേജുകളാക്കി മാറ്റുന്നത്. കേരളം ഇപ്പോൾ ഒരു ഉദയമായ നടപടിക്ക് കൂടി സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. അത് സ്ഥിരമായി വില്ലേജ് ഓഫീസുകളിൽ നിന്ന് കിട്ടുന്ന സർട്ടിഫിക്കറ്റുകളുടെ വിഷയങ്ങൾ പൂർണ്ണമായും വില്ലേജ് ഓഫീസറുടെ അനുവാദത്തോടു കൂടി ഒരു ഡിജിറ്റൽ കാർഡിലേക്ക്, കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത, ഇന്ത്യ ഇതുവരെ ആലോചിച്ചിട്ടില്ലാത്ത ഒരു ഡിജിറ്റൽ റവന്യൂ കാർഡിലേക്ക് കേരളം പോവുകയാണ്. മറ്റൊരു സംസ്ഥാനത്തിനും സാധിക്കാത്ത തരത്തിൽ വേഗതയിലും സുതാര്യമായും ജനപങ്കാളിത്തത്തോടും കൂടിയാണ് കേരളത്തിൽ ഡിജിറ്റൽ റീസർവേ നടക്കുന്നത്. ഡിജിറ്റൽ സർവേയുടെ കാര്യത്തിൽ ഇന്ത്യയെ നയിക്കാനുള്ള ചുമതല കേരളത്തിന്റെ റവന്യൂ വകുപ്പ് ഏറ്റെടുക്കണമെന്നാണ് രാജ്യത്തെ 23 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുത്ത നാഷണൽ സർവേ കോൺക്ലേവിൽ അഭിപ്രായപ്പെട്ടതെന്നും മന്ത്രി വ്യക്തമാക്കി. ഇതോടനുബന്ധിച്ച് ഓഫീസ് പരിസരത്ത് നടന്ന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച മണ്ഡലം MLA ഇ ചന്ദ്രശേഖരൻ ശിലാഫലകവും അനാച്ഛാദനം ചെയ്തു. പഴയ ഗവൺമെന്റ് കാലത്ത് തുടങ്ങി 2011 ഗവൺമെന്റ് കാലത്ത് തന്നെ ചില തുടക്കമിട്ടു. പക്ഷെ വളരെ അപൂർവം ചില ഓഫീസുകളാണ് ചെയ്തത്. എന്നാൽ 2016-21 കാലത്ത് വളരെ കൂടുതൽ ഓഫീസുകൾ അത് നമുക്ക് സ്മാർട്ട് വില്ലേജ് ആപ്പുകളാക്കാൻ കഴിയും. 21-26 ഇപ്പോൾ വന്നിട്ടുള്ള ഗവൺമെന്റ് അവശേഷിക്കുന്ന മഹാഭൂരിപക്ഷം വില്ലേജുകളിലും സ്മാർട്ട് വില്ലേജ് ഓഫീസ് ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചു. നിർമ്മിതി കേന്ദ്രം ജനറൽ മാനേജർ ഇ പി രാജ്മോഹൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ലക്ഷ്മി, കോടമ്പളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീജ, ജില്ലാ പഞ്ചായത്ത് അംഗം ഷിനോജ് ചാക്കോ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി വി ശ്രീലത, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ദാമോദരൻ, വാർഡ് മെമ്പർമാരായ പി കുഞ്ഞികൃഷ്ണൻ, സൂര്യഗോപാലൻ, ആൻസി ജോസഫ്, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ പി ഗോവിന്ദൻ, ടി കെ രാമചന്ദ്രൻ, എ രാമചന്ദ്രൻ, പി സാജു ജോസഫ്, രാധാകൃഷ്ണൻ, എ യു മത്തായി എന്നിവർ സംസാരിച്ചു. കാഞ്ഞങ്ങാട് RDOയുടെ ചുമതല വഹിക്കുന്ന ഡെപ്യൂട്ടി കലക്ടർ ലിബു എസ് ലോറൻസ് സ്വാഗതവും വളരിക്കുണ്ട് തഹസിൽദാർ പി വി മുരളി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, രാജപുരം.